ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് നിങ്ങൾക്ക് പ്രാക്ടീസിന് പറ്റിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് SSLC പ്രീ മോഡൽ എക്സാമിനേഷനാണ് 2025 നടന്ന മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ക്വസ്റ്റ്യനാണ്. ഇത് ഹിന്ദി പേപ്പറാണ്. 45 മിനിറ്റേ ഉള്ളൂ, 20ആണ് സ്കോർ. സോ നിങ്ങൾ മാർക്കും സ്കോറും നിങ്ങളുടെ ടൈമും ഒക്കെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസിനുള്ളതാണ് കേട്ടോ. അടുത്തത് ഠാക്കൂർ കാ ഗുവയിൽ നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ജോക്കു പാനി ബർ ലേത്താ ഹേ. അതിനെ എന്താക്കി? ജോക്കു പാനി ബർ ലിയാ കർത്താ ഹേ. ഇപ്പോൾ പ്രസൻറ്റ് പാസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അടുത്ത വരി ഇങ്ങനെ എഴുതാം, ഗംഗി പാനി ബർ ലേത്തി ഹേ. അപ്പോൾ അതെങ്ങനെ എഴുതും? ഗംഗി പാനി ബർ ലിയാ ലീ കർത്തി ഹേ എന്ന് വരും. ലിയാ കർത്താ ഹേ എന്നുള്ളതും അതെന്ത് ചെയ്യും? നമ്മൾ ഗ്രാമർ ചേഞ്ച് ചെയ്ത് പാസ്റ്റ് ടെൻസിലോട്ട് നമ്മൾ മാറ്റി എഴുതും. അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? ഒരു ലേഖനം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സമാജ് മേ സബ്കോ സമാൻ അവസർ കാ അധികാർ ഹേ. സമൂഹത്തിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അധികാരത്തിന്, റൈറ്റ്സിന് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഗംഗി പ്രതിദിൻ ശ്യാം. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരം എന്ത് ചെയ്യും? വെള്ളം നിറയ്ക്കാനായിട്ട് പോകലുണ്ട് അല്ലേ? അപ്പോൾ ഉത്തരം പാനി ബർ ലിയ കർത്തി ഹേ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ആരാണ് നിറയ്ക്കുന്നത്? ഗംഗിയാണ്. സോ നമ്മൾ മുകളിലത്തെ ഒന്നാമത്തെ ആൻസർ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഗംഗി പാനി ബർ ലിയ കർത്തി ഹേ എന്നാക്കുക കേട്ടോ. സോ എളുപ്പമല്ലേ? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ കിടപ്പുണ്ട് സത്യം പറഞ്ഞാൽ. ഇനി അടുത്തത് ഗര പാനി സേ. മോശമായ വെള്ളത്തിൽ എന്ത് സംഭവിച്ചു? ഗന്ധ പാനി കോ ഉബാൽനെ സേ ഉൻകി ഖരാബി ജാത്തി രഹത്തി ഹേ. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കേട് മാറുന്ന. ഇനി ഠാക്കൂർ കാ ഗർവാസ ഷോർ കെ മൂഹ് സേ ഭി ഭയാനക് ഹേ. അടുത്തത് ഖരാബ് പാനി സേ ബീമാരി ബഡ് ജാത്തി ഹേ. കേടായ വെള്ളത്തിൽ നിന്ന് അസുഖങ്ങൾ പെരുകുന്നു. അടുത്തത് വെള്ളം ചൂടാക്കുമ്പോൾ ഉൻകി ഖരാബി ജാത്തി രഹത്തി ഹേ. പിന്നെ ഠാക്കൂർ കാ ഗർവാസ ഷോർ കെ മൂഹ് സേ ബി ഭയാനക് ഹേ. അടുത്തത് ഗംഗി പ്രതിദിൻ കബ് പാനി ബർ ലിയ കർത്തി ഹേ. ഉത്തരം എന്താ? ഗംഗി പ്രതിദിൻ ഷാം പാനി ബർ ലിയ കർത്തി ധി. ഓക്കെ ആണല്ലോ. ഇനി ബസന്ത് മേരെ ഗാവ് ക എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തത് ബച്ചെ കബ് തക്ക് ഫൂൾ ചുൻതേ ഹേ. എപ്പോൾ വരെയാണ് കുട്ടികൾ പൂ പറിക്കുന്നത്? ദേർ ഷാം തക്ക് ബച്ചെ ഫൂൾ ചുൻതി ഹേ. കുട്ടികൾ വൈകുന്നേരം വരെ പൂവ് കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. അടുത്തത് പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫൂൺ ചുൻതേ ഹേ. പൂവ് കളക്ട് ചെയ്യുന്നു. ബച്ചെ ഫൂൾ ചുൻതേ ഹേ. കുട്ടികൾ പൂവ് കളക്ട് ചെയ്യുന്നു. ബച്ചെ ഷാം തക്ക് ഫൂൾ ചുൻതേ ഹേ. കുട്ടികൾ വൈകുന്നേരം വരെ പൂവ് കളക്ട് ചെയ്യുന്നു. ബച്ചെ ദേർ ഷാം തക്ക് ബച്ചെ ഫൂൾ ചുൻതേ ഹേ. എന്ത് ചെയ്യുന്നു ഇവർ? ദേർ ഷാം തക്ക് ബച്ചെ ഫൂൾ ചുൻതേ ഹേ. ഇത് സത്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പാരഗ്രാഫിൽ നമുക്ക് രണ്ടാമത്തെ വരി തന്നെയല്ലേ ഈ പിരമിഡ് തന്നിരിക്കുന്നത്? ഫൂൾ ചുൻതേ ഹേ, ബച്ചെ ഫൂൾ ചുൻതേ ഹേ, ഷാം തക്ക് ബച്ചെ ഫൂൾ ചുൻതേ ഹേ, ദേർ ഷാം തക്ക് ബച്ചെ ഫൂൾ ചുൻതേ ഹേ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല, അതുപോലെ നിങ്ങൾ എല്ലാ വിധത്തിലുള്ള വരികളിലൂടെയും കടന്നു പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇനി ദിശാഹിൻ ദിശയിലെ ക്വസ്റ്റ്യനാണ്. തീസരി ഗസൽ സുൻകർ വഹ് ഗാമോഷ് ഹോ ഗയി കോൻ. ആരാണ് എന്താ പറയുക സ്വയം മറന്നിരുന്നു പോയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിത്രവും. ആരുടെ മിത്ര? കഥാകാരനും അതിൻ്റെ മിത്രവും. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പ്ലസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് കറക്റ്റ് സെലക്ട് ചെയ്യാൻ. ഞാൻ നേരത്തെ ഇയ ഊ എന്ന് പറഞ്ഞു. അപ്പം വാ വരുമ്പോൾ എന്ത് വരണം? ഊ വരണം. ഹാ വരുമ്പോൾ സാ വരണം. പിന്നെ കായാണോ കെ ആണോ അത് കറക്റ്റ് അതുപോലെ. അപ്പോൾ കറക്റ്റ് ഏതാ വരിക? വഹ് പ്ലസ് കെ, വഹ് ഉസ് കെ എന്ന് വരും. ഗാമോഷ് ശബ്ദ കാ സമാനാർത്ഥം. ഗാമോഷ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗാമോഷ്. ഉസ്കെ ഗാമോഷ് ഹോ ജാനെ സെ സാര വാതാവരൺ ഹി ബദൽ ഗയ. അപ്പോൾ എന്തായിരിക്കും ഗാമോഷ് വരിക എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ബച്ചെ കാം പർ ജാ രഹേ ഹേ കബ്. എപ്പോഴാണ്? സുബഹ് രാവിലെയാണ്. കവി और कविता के परिचय देते हुए आशय लिखो.
കവിതയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ, ആശയം എഴുതാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ, അതായത് ആസ്വാദനക്കുറിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഡുഡലീത്തോ പരായി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. പാരഗ്രാഫ് തന്നിട്ടുണ്ട്. സഹി പ്രസ്താവന ചുൻകർ ലേഖോ, കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്ത് എഴുതാൻ. ബച്ചേ രോത്തേഹേ അല്ലേ വരിക, ബി അല്ലേ ആൻസർ വരിക, അല്ലേ? ആണ്. ടുഡലി ഗുസ്സേ കെ സാത്ത് ഉദാസ് ബി ഹോ ഗയി ക്യോം, അവൾക്ക് ദേഷ്യത്തിൻ്റെ കൂടെ എന്ത് വന്നു, ഉദാസീനതയും വന്നു. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കാരണം. എന്താ കാരണം? അതാ പാരഗ്രാഫിൽ ഫസ്റ്റത്തെ 2 വരികളിലായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് എടുക്കുക, കാരണം അങ്ങനെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ആൻസർ പെർഫെക്റ്റ് ആവുക. സോ ഇതോടുകൂടി ഈ പറഞ്ഞ SSLC പ്രീ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. നിങ്ങളിത് നന്നായി വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അതത് വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി മുതൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും കാണുക. നിങ്ങളുടെ കമൻസിനൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് പറ്റുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.